അയ്യപ്പൻ കളിച്ചത് എപ്പോഴാണെന്നറിയാവോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗവൺമെന്റ് ഇതിനകത്ത് ഈ വാസുവിനെയൊക്കെ രക്ഷിച്ചെടുക്കാനുള്ള ചില പരിപാടികൾ ചിലപ്പോൾ ഗവൺമെന്റ് ചെയ്യാം. കാരണം പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും പേര് പോണ കഥയല്ലേ ഇതൊക്കെ. അവിടെ കുറച്ച് ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി കറക്റ്റ് പ്രോംപ്റ്റ് സമയത്താണ്. അത് അയ്യപ്പ സംഗമം നടക്കുന്നു. അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്ന 2 ദിവസം മുമ്പ് അയ്യപ്പൻ വിചാരിച്ചു അങ്ങനെ യവന്മാർ ഷൈൻ ചെയ്യണ്ട, എൻ്റെ പേരിൽ അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോയതും പോരാ, പിന്നെ ഇരുന്ന് സദ്യയും കൂടെ നടത്തുന്ന, മോഷ്ടിച്ചതേ ഒരു ഉത്തമാടിത്തരം, പിന്നെ സദ്യയും കൂടെ നടത്തുന്ന, അത് വേണ്ട, രണ്ടും കൂടെ വേണ്ട. മിണ്ടാതി കള്ളന്മാർ സാധാരണ എന്താണ് ചെയ്യുന്നത്? മോഷ്ടിച്ചുകൊണ്ട് സൈലന്റ് ആയിട്ട് പോകും. പിന്നെ പത്രസമ്മേളനം നടത്തി എങ്ങനെ ഇരിക്കും കള്ളന്മാർ? പത്രസമ്മേളനം നടത്തിയ ദൈവം വിടുവോ? വിട്ടില്ല. ദാ കിടക്കണ പിടിച്ചു, വാസു പഹത്തായി. ഇനി വലിയ സ്രാവിൽ 1, ഇനി 2 വലിയ സ്രാവുകൾ ഇവിടെ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് വാസവൻ മന്ത്രിയും കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയും മുൻ മന്ത്രിയും മറുപടി പറയേണ്ടതാണ്. CPM-ന്റെ ഇത്രയും വലിയൊരു നേതാവ്, ഞാൻ ആധികാരികമായിട്ട് ഉത്തരവാദിത്വത്തോടെയാണ് ചോദിക്കുന്നത്, CPM-ന്റെ ഇത്രയും വലിയൊരു നേതാവ് അവിടെ ദേവസ്വം ബോർഡ് കമ്മീഷൻ പ്രസിഡന്റുമായിരിക്കുമ്പോൾ മന്ത്രിയുമായുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണ്? പോസിറ്റീവ് ഓർ നെഗറ്റീവ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ലേ? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഡയറക്ടർ റാങ്കിലേക്ക് മുകളിലോട്ടുള്ളവർ, ഡയറക്ടർ റാങ്ക് മുതൽ മുകളിലോട്ടുള്ളവർ, ഏത് സ്ഥാപനത്തിലുണ്ട്, അതായത് മന്ത്രി ഓഫീസുമായി ഡയറക്റ്റ് ലിങ്ക് ഉള്ളവർ, എല്ലാ കാര്യങ്ങളും മന്ത്രിയെ അല്ലെങ്കിൽ മന്ത്രിയുടെ PS-മാരെ ബ്രീഫ് ചെയ്യും. അത് ഓരോ വകുപ്പിലും ഇപ്പോൾ 4 പിന്നെ ഇയാൾക്ക് ദേവസ്വം മന്ത്രിക്ക് 2-3 വകുപ്പുണ്ടല്ലോ, തുറമുഖം, അങ്ങനെ 2-3 വകുപ്പുണ്ടെങ്കിൽ ഓരോ വകുപ്പും നോക്കുന്ന ഓരോ APS-മാരായിരിക്കും, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കും. PS എല്ലാം പ്രൈവറ്റ് സെക്രട്ടറി എല്ലാം കൂടി ഫയലുകൾ നോക്കും മന്ത്രിക്ക് വേണ്ടി. APS-മാർ കാണും. ഇപ്പോൾ നമ്മൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അടുത്ത് കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. പഞ്ചായത്ത് ഒപ്പെടുത്തൽ, കുടുംബശ്രീക്ക് ഒരാളായിരിക്കും. അങ്ങനെ ഓരോ APS-മാരായിരിക്കും ഫയൽ നോക്കുന്നത്, ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ശബരിമലയുടെ ദേവസ്വം ബോർഡിന്റെ ഫയൽ ഡീൽ ചെയ്യുന്ന APS